5th standard maths first term assessment. First question, draw this rectangular box with the given measurement. തന്നിരിക്കുന്ന അളവുകൾ കൃത്യമായിട്ട് എടുത്ത് ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. റെക്റ്റാങ്കുലർ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ മൂലകളൊക്കെ യൂസ് ചെയ്യാം. ആ പിക്ചറിൽ കാണുന്നത് പോലെ ഏത് തരത്തിലുള്ള സെറ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് എടുത്തിട്ട്, അതായത് ആ മൂല വെച്ച് നോക്കുക, ആ മൂല തന്നെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിൽ വരക്കുക. Which of the following is not correct about a rectangle? All sides will always be equal. അതാണ് ബി ആണ് കറക്റ്റ് ആൻസർ. കാരണം അത് സ്ക്വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമചതുരത്തിന് മാത്രമാണ് എല്ലാ സൈഡും സെയിം ആയിട്ട് ഉണ്ടാവുക. സം നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ. ഇഫ് ദീസ് നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, വലുതെന്ന് ചെറുതിലേക്ക് എഴുതി കഴിഞ്ഞാൽ വിച്ച് വിൽ കംസ് ആഫ്റ്റർ നമുക്ക് അവിടെ തന്നിരിക്കുന്ന നമ്പറാണ് 1,58,212. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 1,57,121 ആണ്, വലുതെന്ന് ചെറുതിലേക്ക് എഴുതിയാൽ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എമംഗ് ദീസ്? നമുക്ക് ആ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 153. അത് റീഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ. ഇപ്പോൾ 1 crore 53,24,821. സം സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ എബോവ് നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ദർ ആർ 2 numbers എബോവ് 10 lakh. 10 lakhനേക്കാളും മുകളിലുള്ള 2 നമ്പേഴ്സ് ഉണ്ട്. ദർ ഈസ് നോ നമ്പർ എബോവ് 1 crore. 1 crore ഇടയിലുള്ള നമ്പർ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ 1 crore ഇടയിലുള്ള നമ്പർ അവിടെ ഉണ്ട്. കാരണം നമുക്കവിടെ വലിയ നമ്പർ ഡിജിറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദർ ഈസ് നോ നമ്പർ ബിലോ 1 million. 1 millionൽ കുറവായിട്ട് ഒന്നുമില്ല. ദർ ഈസ് നോ നമ്പർ എബോവ് 1 million. 1 millionൻ്റെ എബോവ് നമ്പേഴ്സ് ഉണ്ട്. 1 billion ഉണ്ട്. അത് നമ്മുടെ 1 crore പറയുന്ന നമ്പറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. വിച്ച് ഓഫ് ദ എബോവ് നമ്പേഴ്സ് ഈസ് ക്ലോസ് ടു 15 lakh. 15 ലക്ഷത്തിന് അടുത്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത്, നമ്മൾ അതിനകത്തിൽ ഏറ്റവും ചെറുത്, നമുക്ക് സ്മോൾ ബിഗ് ടു സ്മോൾ എഴുതുന്ന സമയത്ത് ഏറ്റവും ചെറുതായിട്ട് വരുന്ന ആ നമ്പർ എടുത്താൽ മതി. 15 lakhനോടാണ് ചോദിച്ചിട്ടുള്ളത്. 15 lakh ആകുമ്പോൾ അപ്പോൾ നമ്പർ ഡിജിറ്റ്സ് ഒന്ന് ഇതാണ്. ഞാനിവിടെ നേരത്തെ 1,57,000 ആണ്, ഇവിടെ 15 lakh ആണ്. അപ്പോൾ നമ്പറിൻ്റെ ഡിജിറ്റ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര നമ്പർ ഉണ്ടെന്ന് എല്ലാം കാണുമ്പോൾ പെട്ടെന്ന് ഒരുപോലെ തോന്നുന്നതാണ്. അതിനകത്ത് ഡിജിറ്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണം കൂടുതലാണ് നമ്പർ ഉണ്ടത്. ഓരോന്ന് കണ്ടില്ല 5 crore ആയിരുന്നു, ഇവിടെ 15 lakh ആണ്. 15 lakhനോട് അടുത്ത് വരുന്നത് 15,37,821. നെക്സ്റ്റ് 58,472 ഈസ് 5 digit നമ്പർ വിത്തൗട്ട് റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ്. അതായത് നമ്മൾ ആ നമ്പറിനെ കൊണ്ട് എന്ത് ചെയ്യണം, വലിയൊരു നമ്പർ ഉണ്ടാക്കണം. അതാണ് ഈ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ലാർജസ്റ്റ് 5 digit നമ്പർ യൂസിങ് ദി ഡിജിറ്റ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. 87542. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 5 digit നമ്പേഴ്സ് ഫോംഡ് ബൈ യൂസിങ് ദീസ് ഡിജിറ്റ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. എന്ത് കാണണം, നമ്മൾ ഈ നമ്പേഴ്സിനെ കൊണ്ട് ലാർജസ്റ്റ് ഉണ്ടാക്കുക, സ്മോളസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കറക്റ്റ് ഡിഫറൻസ് കാണാം. വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടുന്നതാണ് ചോദിക്കുന്നത്. ബിറ്റ്വീൻ 60,000 ആൻഡ് 70,000. റൈറ്റ് എ 5 digit പാലിഡ്രോമിക് നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടേൺ യൂസിങ് ഓൺലി ദ ഡിജിറ്റ്സ് 8, 5, 4. 8ഉം 5ഉം 4ഉം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന പാലിഡ്രോംസ്. പാലിഡ്രോം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ഒരുപോലെ വരുന്നത്. അപ്പോൾ 8, 5, 4 ഉണ്ട്, പിന്നെ 5, 8. അപ്പോൾ 8, 5, 4, 5, 8 എങ്ങനെ വായിച്ചാലും ഒരേപോലെയാണ്. റൈറ്റ് ഓൾ 4 digit നമ്പേഴ്സ് യൂസിങ് 5, 8, 4, 3. 5നെ കൊണ്ടും 8നെ കൊണ്ടും 4നെ കൊണ്ടും 3നെ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ 8 കംസ് ഇൻ ദ പ്ലേസ് ഓഫ് 100. 100 പ്ലേസിൽ 8 വരാൻ പാടുള്ളൂ. 100 പ്ലേസിൽ 8 വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഡിജിറ്റ്സ് ഇതേ യൂസ് ചെയ്യാനും പാടുള്ളൂ. 5, 8, 4, 3. അപ്പോൾ ഇതേപോലെ 8 വരാൻ ചാൻസ് ഉള്ളത് ഈ നമ്പേഴ്സാണ്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 3, 0, 8, 1 ആൻഡ് 4 വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്.
അപ്പോൾ അതിനെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ 8430 ആണ്. സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 10348. ആ ഒരു രീതിയിലാണ് വരിക. ഇനി അവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ സം ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ലാർജസ്റ്റും കൂടെ ആഡ് ചെയ്താൽ ബിലോ 1 lakh. ഇനി സി ക്വസ്റ്റ്യൻ പറയുന്നത് 83,438 ഈസ് എ 5 digit പാലഡ്രോം നമ്പർ. അത് ഒരു പാലഡ്രോം നമ്പറാണ്. ആ പാലഡ്രോം നമ്പറിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, വേറെ പാലഡ്രോം ആക്കണം. അതിൽ 3, 8 ആൻഡ് 4, 3ഉം 8ഉം 4 ഉപയോഗിച്ചിട്ട് ഒരു പാലഡ്രോം ഉണ്ടാക്കാനാണ് പറയുന്നത്. അനദർ പാലഡ്രോം നമ്പർ യൂസിങ് സെയിം ഡിജിറ്റ്, അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേറെയും കുറേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. റൈറ്റ് എ 6 digit പാലഡ്രോമിക് നമ്പർ യൂസിങ് ദ ഡിജിറ്റ്സ് 3, 8. 3ഉം 8നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഇതാണ്. ഇനി 8, 3, 8, 8 അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഡ്രോ എ സർക്കിൾ വിത്ത് 4 centimeter റേഡിയസ് ആൻഡ് ഡ്രോ ദ ഫിഗർ ഗിവൺ ബിലോ. ആ ഫിഗർ വരക്കാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ഇത് 4 മാർക്കാണ്. നെക്സ്റ്റ് ഇതിവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ 2 centimeter റേഡിയസ്, ഇവിടെ നിന്ന് ഇത്ര വരെ 2 ആണ്. അപ്പോൾ 2, 4, 6, 8 ടോട്ടൽ 8 centimeter ആണ് വരക്കുക. അത് നമ്മൾ 4 into 2, അതായത് ഇത് 2, 1, 2, 3, 4 2 ആണ്. അപ്പോൾ 4 into 2 centimeter എന്ന് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു ആണ്. നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് വരിക ഈ 17 into 16 എന്ന് പറഞ്ഞാൽ 17 into 16 എന്ന് പറയുമ്പോൾ 16 10 + 6 എന്ന് മാറ്റി ചെയ്തും. അപ്പോൾ 17 into 10 എന്നും 17 into 6 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കറക്റ്റാണ്. അതുപോലെ തന്നെ ഇത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്യുക. 10 + 7 into 16 ആണ്. അപ്പോൾ 10 into 16 7 into 16. പിന്നെ ഇവിടെ വരുന്നത് 20 - 3. 16 തന്നെ 20 - 3 എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പോൾ അതും കറക്റ്റാണ്. ഇത് മാത്രമേ റോങ് ആയിട്ട് വരുന്നുള്ളൂ. ഫൈൻഡ് ദ പ്രോഡക്റ്റ്. ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്വയർ മെത്തേഡിൽ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് 16 into 36 ആസ് എ പ്രോഡക്റ്റ് ഓഫ് സെയിം നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 4 ആണ്. 36 എന്ന് പറഞ്ഞാൽ 6 into 6 ആണ്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് 4 into 6 എന്നും 6 into 4 എന്നും പെയറാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 24 into 24 വരും. അടുത്ത ഡി ക്വസ്റ്റ്യൻ നമ്മുടെ പാറ്റേൺ ശരിയാക്കാൻ വേണ്ടി ഇവിടെ നോക്കിയാൽ 1 × 1 1 2 3 അല്ലെ 3 നമ്പർ നടുക്കിയതിൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ നടുക്കിയതിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് 1 2 3 4 4ൻ്റെ സ്ക്വയർ ഇപ്പോൾ എന്താ പറയുക 5 വരെ ആകുമ്പോൾ 25. അങ്ങനെ പോയിട്ട് 20ാമത്തെ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും 1 മുതൽ 20 വരെ. അപ്പോൾ 20 × 20 എന്ന് പറയുമ്പോൾ 400 ആണ് ആൻസർ വരിക. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 25 into 25. നോട്ട് ഈക്വൽ ടു ആണ്. അത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക. ഫിൽ ഇൻ മിസ്സിംഗ് പാർട്ട് ആൻഡ് ഫൈൻഡ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇതും മിസ്സിംഗ് പാർട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ 5 ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 5 ഇവിടെ അങ്ങനെയാണ് നോക്കാൻ. 4ന് ഏത് നമ്പർ കൊണ്ട് ഇൻഡ് ചെയ്താലാണ് 20 കിട്ടുക? 4 into 5 ആണ് 20. പിന്നെ ഇവിടെ 5 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെയുള്ള ആ ഒരു പാറ്റേൺ കൃത്യം 5 കിട്ടിയില്ലേ. പിന്നെ നമ്മൾ ഈ നമ്പർ നോക്കുക. ഈ നമ്പർ നോക്കുമ്പോൾ 30 into 20 അല്ലെങ്കിൽ ഫസ്റ്റ് ഇവിടെയും നോക്കാം കേട്ടോ. എങ്ങനെ ചെറുതൊന്നും അങ്ങനെ വരണമെന്നൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ 600 വരണ്ടെങ്കിൽ 3 into 2 ആണ് 6 വരിക. 30 into 2 60 വരുള്ളൂ. 600 വരേണ്ടതുകൊണ്ടാണ് ഇവിടെ 20 വന്നത്. പിന്നെ നമ്മൾ അടുത്തതിൽ 20ഉം 5ഉം 20 into 5 100 ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇത് അടുത്ത പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. പിന്നെ ഇതേപോലെ പോയിട്ടുള്ള അതിൻ്റെ സമ്മിൻ്റെ 15th ലൈൻ്റെ സമ്മ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. 2500 കിട്ടുന്നത്. ഇവിടെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു there are some multiplication operations in column 2. മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് മാച്ച് എന്ന് പറയുന്നത് ഒന്നാമത്തത് D ആയിട്ട്, രണ്ടാമത്തത് C ആയിട്ട്, മൂന്നാമത്തത് B ആയിട്ട്, നാലാമത്തത് A ആയിട്ട്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when a number was multiplied by 28 the product 2128. what will be the number if the next number is multiplied by 28? അപ്പം അങ്ങനെ പറയുമ്പോൾ ആ ആൻസറിനോട് ഒരു പ്രാവശ്യം 28 ആഡ് ചെയ്താൽ മതി. There are 98 boys, 102 girls in a school. All children were given paper bags on World Environmental Day. One paper bag cost 12 rupees. What's the total cost for this? അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പേപ്പർ ബാഗ്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ബോയ്സും ഗേൾസും ടോട്ടൽ ചെയ്താൽ 200 വരും. അപ്പോൾ 200 കുട്ടികൾക്കും പേപ്പർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിന് 12 rupees. അപ്പോൾ 200 into 12 equal to 2400. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നന്നായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.